മനസാക്ഷിയെ കുത്തിനോവിച്ചൊരു വാർത്ത കേട്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് 25 മുതൽ 44 വയസ്സ് വരെ പ്രായമായവരാണ് എന്ന തിരിച്ചറിവുണ്ട്. അതായത് പാരന്റ്സ് ആകാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി ഒന്നോ രണ്ടോ കുട്ടികളുടെ പാരന്റ്സ് ആയവരോ ആണ് എന്നുള്ള തിരിച്ചറിവുണ്ട്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഈ വാർത്ത കേട്ട് വേദനിച്ചൊരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഈ വാർത്തയുടെ ഒരു ചെറിയൊരു ബ്രീഫ് നൽകാം. അതായത് തിരുവാങ്കുളത്ത് ഒരു 4 വയസ്സുകാരിയെ അമ്മ പുഴയിൽ എറിഞ്ഞ് കൊന്നു എന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തു വരുന്നത്. അപ്പോൾ അതൊരു കഠിന ഹൃദയയായ ഒരു അമ്മയുടെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മൾ എല്ലാവരും നോക്കിക്കണ്ടത്. പിന്നീടാണ് പോസ്റ്റ്മോർട്ടവും ബോഡി കിട്ടുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയൊക്കെ ലഭിച്ചതിലൂടെ ഇതിനിപ്പോൾ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്നത്. അതായത് കുട്ടിയുടെ രഹസ്യ ഭാഗങ്ങളിൽ മുറിവുണ്ട്, കുട്ടി സെക്ഷൽ അബ്യൂസ്മെന്റ് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരികയും പ്രതി എന്ന് പറയുന്നത് കുട്ടിയുടെ ചെറിയച്ഛനാണ് എന്നുള്ള വാർത്ത പുറത്തു വരികയും ചെയ്യുന്നത്. കുട്ടിയുടെ പാരന്റ്സിന്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടില് അന്തരീക്ഷം ശരിയല്ലായിരുന്നെന്നും പ്രതി ഇത് ചൂഷണം ചെയ്താണ്, ഇത് മുതലെടുത്തുകൊണ്ടാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ള വാർത്ത പുറത്തു വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഈ ചെറിയച്ഛന് നേരെയുള്ള വൈകാരികമായ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അതൊക്കെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ വിഷയത്തെ വേറെ രീതിയിലൊന്ന് അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വിഷയത്തെ വേറെ രീതിയിലൊന്ന് ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ ഏജ് ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ഒരുപാട് പേരും ചെറുപ്പത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെറിയ രീതിയിലുള്ള എങ്കിലും ലൈംഗിക ചൂഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ നമ്മളിത് ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? നമ്മളിത് ആരോടെങ്കിലും പങ്കുവെച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം നമുക്കിത് പങ്കുവെക്കാൻ പറ്റാതെ പോകുന്നത്? അല്ലെങ്കിൽ ഇതിനു വേണ്ട ഒരു നടപടി അല്ലെങ്കിൽ ഇതിനു വേണ്ട ഒരു പ്രതികരണം ശരിയായ രീതിയിൽ നമുക്ക് നടത്താൻ കഴിയാതെ പോകുന്നത്? വാസ്തവത്തിൽ നമ്മൾ ഇത് ആദ്യം പറയേണ്ടത് അല്ലെങ്കിൽ പങ്കുവെക്കേണ്ടത്, നമുക്കൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്, അല്ലെ? അപ്പോ അവരോട് എന്തുകൊണ്ടാണ് നമുക്കത് പറയാൻ കഴിയാതെ പോകുന്നത്? പലപ്പോഴും ഇവിടെ പാരന്റ്സ് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, പല പാരന്റ്സും വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ഇടപെടാറുണ്ട്. ഈ പാരന്റ്സിന്റെ ഇടയിൽ തന്നെയുള്ള പ്രശ്നങ്ങളുള്ള ടോക്സിക് അറ്റ്മോസ്ഫിയർ ഒരുക്കുന്ന വീടുകളുണ്ട്, അതൊരു ഭാഗത്തുണ്ട്. പക്ഷെ അതല്ലാതെ പാരന്റ്സ്, ചില പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന പാരന്റ്സ് ഉണ്ട്. പക്ഷെ അവിടങ്ങളിൽ പോലും കുട്ടികൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോയി പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റ്സ് ആയിട്ട് പോലും ഈ സ്പേസ് വീട്ടിൽ ഒരുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ചിലപ്പോൾ ആ സ്പേസ് താൻ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു സ്പേസ് ആയിട്ട് ഒരു കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാവാം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി വന്ന് അവരുടെ ക്ലാസ്സിലെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ കുറിച്ച് പറയാണ്, അതൊരു ആൺ സുഹൃത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വയ്ക്കുക. അപ്പൊ പെട്ടെന്ന് അമ്മയോ അച്ഛനോ കൊടുക്കുന്ന ഒരു മറുപടി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സംശയത്തിന്റെ നോക്ക് വെച്ചിട്ട് നോക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടി പെട്ടെന്ന് തിരിച്ചറിയുകയാണ് താൻ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട് എന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടി, അങ്ങനെ തോന്നുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ഇത്രയും ഗ്രാവിറ്റി ഉള്ള ഒരു വിഷയത്തെ വന്ന് വീട്ടിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനോട് ഷെയർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഉറപ്പാക്കേണ്ടത്, ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസിനേക്കാൾ ഉപരി താൻ ജഡ്ജ് ചെയ്യപ്പെടാത്ത, തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ തിരുത്തി തരുന്ന, അത് ഹെൽത്തി ക്രിറ്റിസിസം വഴി തിരുത്തി തരുന്ന, തന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന, തനിക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് തന്റെ വീട് എന്ന് ഒരു കുട്ടിക്ക് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പാരന്റ്സ് എന്ന നിലയിൽ ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം. ഈ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റുകൾ കുട്ടികൾക്ക് ഫീൽ ചെയ്യുമ്പോൾ അവര് സ്വാഭാവികമായിട്ടൊരു ഫിൽട്ടർ രേഖപ്പെടുത്തും. അതായത് കുട്ടികളെല്ലാം വന്ന് പറയുന്നുണ്ട് എന്ന് പാരന്റ്സിന് തോന്നുകയും എന്നാൽ അതേസമയം ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടായിരിക്കാം കുട്ടികൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവരൊരു ഫിൽട്ടർ രേഖപ്പെടുത്തും. അവരൊരു കുറെ കാര്യങ്ങൾ പറയാതിരിക്കും, കുറെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരു എന്താ പറയാ, അവരുടെ ഉള്ളിൽ തന്നെ, അവരുടെ ഉപബോധ മനസ്സിൽ തന്നെ അവര് തരം തിരിക്കാൻ തുടങ്ങും കാര്യങ്ങൾ. ഇന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടുകാരോട് പറയാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കണം എന്നുള്ള രീതിക്ക്. അപ്പൊ ഇതുകൊണ്ടാണ് കുട്ടികളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പല ട്രോമകളും പാരന്റ്സ് വളരെ ലേറ്റ് ആയിട്ട് അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്.
പിന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഇമോഷണൽ റിയാക്ഷന്റെ പേരിൽ പാരന്റ്സ് പലപ്പോഴും തെറ്റായി റിയാക്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ കുറച്ചുകൂടി റെസ്ട്രിക്ട് ചെയ്യും. നമ്മൾ അവർക്ക് എന്താ പറയാ, ഇന്ന സ്ഥലത്ത് പോകരുത്, ഇന്ന ആളുടെ കൂടെ പോകരുത്, ഇന്ന വസ്ത്രം ധരിക്കരുത്, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വെക്കും. ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവര് നമ്മുടെ മെസ്സേജിനെ തെറ്റായി റീഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, അവനവന്റെ രീതികളിലാണ് തെറ്റ് എന്നുള്ളതാണ്. അതായത് അവർക്ക് നാളെ ഒരു മോശം അനുഭവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നൊരു ഒരു തെറ്റായ അനുഭവം ഉണ്ടാവുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് ആ വ്യക്തി ചെയ്തതിലല്ല തെറ്റ്, അവനവന്റെ രീതികളിൽ ഉണ്ടായ തെറ്റാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞത് കേൾക്കാത്തതിൽ ഉണ്ടായ ഒരു തെറ്റാണ് എന്നൊരു മെസ്സേജാണ് അവർക്ക് കിട്ടുക. അങ്ങനെ കിട്ടുന്ന ഒരു കുട്ടി ഒരിക്കലും വീട്ടിൽ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമൊന്നും പറയില്ല. കാരണം അവർ ചിന്തിക്കുന്നത്, അമ്മയും ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞു, അത് ചെയ്തതുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, അപ്പോ ഇനി ഞാൻ ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ വീട്ടിൽ വഴക്ക് പറയും, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് അടിക്കും. ഇത് ചിന്തിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ ഒരു ഇൻസിഡന്റിന് തന്നെ ഉള്ളിലേക്ക് ഒതുക്കും. അങ്ങനെ ഒതുക്കി നിർത്തുമ്പോഴാണ് അത് ട്രോമയായി മാറുന്നതും അവർക്ക് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് അത് അവരെ ലീഡ് ചെയ്യിക്കുന്നതും. അപ്പോൾ പാരന്റ്സ് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മളൊരു റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഗ്രാവിറ്റി ഉള്ളൊരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കാര്യമുള്ളൊരു കാര്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ എന്നുള്ളത് കൂടി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് പ്രോപ്പറായിട്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇത് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ ഈ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ, അവർക്ക് കിട്ടുന്ന മെസ്സേജിലുള്ള ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ തിരുത്താൻ കഴിയും. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ ഭാഗത്തല്ല തെറ്റ് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള ലൈംഗിക വൈകൃതങ്ങളുമായി വരുന്ന മനുഷ്യരാണ്, അവരുടെ ഭാഗത്താണ് തെറ്റ്. അതിനെ ഒരു കുട്ടിയുടെ വസ്ത്രമോ ഒരു കുട്ടിയുടെ ഏത് സമയത്ത് അവർ പുറത്തു പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് ആ കുട്ടി എന്നുള്ളത് കൊണ്ടോ ഒന്നും അല്ല ഇത് സംഭവിക്കുന്നത് ചില മനുഷ്യരുടെ ലൈംഗിക വൈകൃതങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് അവർക്കും ഒരു പക്ഷേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാതെ പോയത് കൊണ്ടാണ്. പിന്നെ മക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെവർ എവർ ട്രസ്റ്റ് യുവർ ചൈൽഡ് വിത്ത് എനിവൺ. അത് എത്ര അടുത്ത ബന്ധു ആയിക്കോട്ടെ, അത് എത്ര അടുത്ത സുഹൃത്തായിക്കോട്ടെ, കുട്ടി എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്വമാണ്, അച്ഛൻ്റെ അമ്മയുടെയും മാത്രം ഉത്തരവാദിത്വമാണ്. ഇപ്പൊ ഇന്നൊരു വാർത്ത വരുന്നുണ്ട്, അച്ഛൻ മകളെ പീഡിപ്പിച്ചു. ഇത് നമ്മൾ ഒരുപാട് നാളുകൊണ്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഇത് പുതിയൊരു സംഭവമല്ല. അപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്വന്തം അച്ഛനെ പോലും ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നെവർ എവർ ട്രസ്റ്റ് യുവർ ചൈൽഡ് വിത്ത് എനിവൺ. അത് നിങ്ങളുടെ മാത്രം കുട്ടിയാണ്, അവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ ഇതിനോടൊപ്പം പറയുന്ന വേറൊരു കാര്യം, പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ പലരും കുട്ടിയോട് അല്ലെങ്കിൽ വിക്ടിമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രതികരിക്കാമായിരുന്നില്ലേ, ഒച്ച വെക്കാമായിരുന്നില്ലേ? ഹിറ്റ്ലർ സിനിമയില് MG സോമന്റെ കഥാപാത്രം ചോദിക്കുന്ന പോലെ, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ സ്വഭാവം തിരിച്ചു കിട്ടിയതിനെ മാധവൻകുട്ടി എന്ന് പറയുന്ന പോലെ. അപ്പോ ഒച്ച വയ്ക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ എത്രത്തോളം അസാധ്യമാണ് എന്നുള്ളത് അത് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു ഷോക്ക്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ളൊരു മരവിപ്പാണ് നമ്മുടെ ആത്മാവിനെ വന്ന് ആ സമയത്ത് തൊടുക. അത് അത്തരത്തിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത്, രണ്ടാമത് പാരന്റ്സ് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിലെ അന്തരീക്ഷമാണ്. അത് ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ ഈ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നില്ല. എന്നും മദ്യപിച്ച് വരുന്ന അച്ഛൻ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബഹളങ്ങളും വഴക്കുകളും അടിപിടികളും ഒക്കെ കണ്ടു വളരുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് എത്ര ചെറുപ്പത്തിൽ ഇത് കാണുന്നു എന്നുള്ളതിലല്ല, അത് കണ്ടു വളരുന്ന ഒരു കുട്ടിക്ക് ആ ട്രോമ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അവരെ ചിലപ്പോൾ അത് മരണം വരെ വേട്ടയാടപ്പെടുന്ന ഒരു സംഗതിയാണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവിടെ ചൈൽഡ്ഹുഡിൽ പതിയുന്ന ഇമേജസ് നമ്മളെ ലൈഫ് ലോങ് ക്യാരി ചെയ്യുന്ന ഇമേജസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ തന്റെ വീട് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് സംഭവത്തിന് അപ്പുറത്തേക്ക്, വീട് എന്ന് പറയുമ്പോൾ അവിടെ സുരക്ഷിതത്വം വേണം, ഒരു ബിലോങ്ങിങ്നെസ്, തന്റെ ഇടമാണിത് എന്നുള്ളത് വേണം, എന്നുള്ളൊരു ഫീല് വേണം. താൻ സെക്യൂർ ആവുന്ന, താൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ് തന്റെ വീട് എന്നുള്ള ഒരു ഫീല്
തോന്നിയാൽ മാത്രമേ വീട് എന്നുള്ളത് വീട് എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണമാവുകയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ടോക്സിക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വളരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് തൻ്റെ വീട്ടിൽ സമയം ചെലവിടാൻ തോന്നുക? അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ എത്രയും വേഗം വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാനോ വീടിനോടുള്ള സമയം, വീട്ടിനുള്ളിലുള്ള സമയം ഏറ്റവും കുറച്ച് ചെലവിടാനോ ഒക്കെ മാത്രമേ തോന്നുകയുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മൾ വീട്ടിലെ അന്തരീക്ഷത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബിലോങ്ങിങ്സും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒരു താൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള ഫീല് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒന്നാണ് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ആൾക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചോദിച്ചു തുടങ്ങും, വിശേഷമായില്ലേ, കുട്ടികളെ ഉണ്ടാക്കുന്നില്ലേ? പലരും ഈ പിയർ പ്രഷറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ കാരണം കുട്ടികളെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ അവരെ ഒട്ടും പ്രിപ്പയർഡ് ആവാതെ തന്നെ കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നൊരു ഇതിലേക്ക് കടക്കും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഈ വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതിന് മുന്നേ ആയിരിക്കും അവർക്കിടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയായിട്ട് ഒരു കുട്ടി വരുന്നത്. അപ്പൊ ഈ കുട്ടി വളർന്നു വരുന്ന, ഈ കുട്ടി ക്യാരിയിങ് ആയി ഈ കുട്ടി ജനിച്ച് വളർന്നു വരുന്നൊരു 1-2 വയസ്സാവുമ്പോഴേക്കും ഇവർക്കിടയിലുള്ള ഫ്രിക്ഷൻ വലുതാവും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രൂക്ഷമാവും, അല്ലെങ്കിൽ അവർക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ കടന്നു വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ കുട്ടി കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു പ്രായം ആകുമ്പോഴേക്കും കാണുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബഹളങ്ങളും അടികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനെ തടയിടാൻ അല്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞല്ല ആദ്യം ജനിക്കേണ്ടത്, ഒരു പാരന്റ്സ് ആണ് ആദ്യം ജനിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് അച്ഛനും അമ്മയും വൈഫും ഹസ്ബൻഡും തമ്മിൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി അവർ രണ്ടുപേരും ഒരുപോലെ പ്രിപ്പയർഡ് ആയി അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. നമ്മുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് വേറൊരാളൂടെ വരികയാണ്. അപ്പോ നമ്മൾ എന്താണോ എന്നുള്ളത് അവർ കാണുകയാണ്, അവരെന്താണെന്നുള്ളത് നമ്മൾ കാണുകയാണ്. എല്ലാ കാര്യങ്ങളും ഒരുപോലെ യോജിച്ച് എല്ലാ കാര്യങ്ങളും പരസ്പരം വിയോജിപ്പുകളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ദമ്പതികൾ എന്നൊക്കെ പറയുന്നത് കഥകളിലും സിനിമകളിലും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ ഉറപ്പായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് പരിഹരിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം രണ്ടുപേരും ഒരുപോലെ പ്രിപ്പയർഡ് ആയി, രണ്ടുപേരും പാരന്റ്സ് എന്നുള്ളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി, രണ്ടുപേരും പാരന്റ്സ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കുഞ്ഞല്ല ആദ്യം ജനിക്കേണ്ടത്, പാരന്റ്സ് ആണ് ആദ്യം ജനിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പറയാൻ പറ്റുന്നതാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഡിവോഴ്സ് റേറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളത്. അത് ഒരുപോലെ തന്നെ ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ അത് അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പല സ്ത്രീകളും പറയുന്ന ഒരു വാചകമാണ്, മക്കൾക്ക് വേണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, മക്കളെ ഓർത്തിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലെന്ന് വെക്കുന്നത്, മക്കളെ ഓർത്തിട്ടാണ് ഇവിടെ തുടരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മക്കളെ കുറിച്ച് ഓർത്താണ് ഇത് ചെയ്യുന്നതെന്ന് ജെന്യൂൻ ആയിട്ടാണ് പറയുന്നതെങ്കിൽ ദയവ് ഇത് മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യരുത്, സെപ്പറേറ്റഡ് ആവുക. ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം അത് സംസാരിച്ച് പരിഹരിക്കപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കുമോ, ഒതുക്കി തീർക്കാൻ കഴിയുന്ന കാര്യമാണോ, പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കുക. പരിഹാരം ഉണ്ടാവുമോ എന്ന് നോക്കുക. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോരുക തന്നെ വേണം. എനിക്ക് തോന്നുന്നു ഒരു ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അഡ്ജസ്റ്റ്മെന്റോടുകൂടി വളർന്നു വരുന്ന, ഇതെല്ലാം കണ്ടു വളർന്ന ഒരു കുഞ്ഞിനേക്കാളും ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അച്ഛന്റെ കൂടെയോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അമ്മയുടെ കൂടെയോ ഒരു സിംഗിൾ പാരന്റിന്റെ കൂടെയോ വളർന്ന് അവളുടെ ഒരു ഇഷ്ടത്തിന് ജീവിച്ച്, അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന ഒരു ഈ കാഴ്ചകളൊന്നും കാണാതെ ഒരു മെന്റൽ റിലാക്സേഷൻ കിട്ടുന്ന ഒരു കുട്ടിയുടെ വളർച്ചയായിരിക്കാം കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചൈൽഡ്ഹുഡിൽ കാണുന്ന ഇമേജസ് അവരെ ലൈഫ് ലോങ് വേട്ടയാടപ്പെടുന്ന അല്ലെങ്കിൽ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ ദയവ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇറങ്ങിപ്പോരുന്നതിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇറങ്ങിപ്പോരാനുള്ള സ്വാതന്ത്ര്യം കൂടിയുള്ള റിലേഷൻഷിപ്പുകളാണ് ഏറ്റവും മനോഹരമായ റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത്.
ഈ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പണത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസം മുന്നിൽ കണ്ട് അല്ലെങ്കിൽ പണം മുന്നിൽ കണ്ട് ഉള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് കൂടുതലായിട്ടുള്ളത്. പണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് വൈഫിന് വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല, ചിലപ്പോൾ മക്കൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പൈസ കൊടുത്തുകൊണ്ടുള്ള ചെലവുണ്ട്. ഇവരെ പഠിപ്പിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ജോലി എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ പറയുന്നത് ചെലവുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു സാമ്പത്തിക ചെലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വിദ്യാഭ്യാസത്തിനും പണത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഒക്കെ മുകളിലാണ് മാനസികമായ ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മളിപ്പോ ഈ 4 വയസ്സുകാരിയെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഇപ്പോ ഒരു പരിധിവരെ ഇത് മാറി വരുന്നുണ്ട്. പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം പെൺകുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണെന്ന്. തെറ്റായ ഒരു ധാരണയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളെ പോലെ തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നുണ്ട്. അവരും ഈ പറയുന്ന പോലെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ട്രോമ അനുഭവിച്ചൊക്കെ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൺകുട്ടികളെ കൂടി കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേപോലെ ഒരു തുല്യമായിട്ടുള്ള ഒരു കൺസേൺ ആൺകുട്ടികളുടെ കാര്യത്തിലും കാണിക്കണം. അവരും ഇനി പറഞ്ഞ പോലെ എൻ്റെ ഏജിലുള്ള ഒരുപാട് ആൺകുട്ടികൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കും ഇതുപോലുള്ള ലൈംഗിക ചൂഷണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഹറാസ്മെന്റുകൾ ഫേസ് ചെയ്ത് തന്നെയാണ് അവരും കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ അവരെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ ഡിസ്കഷൻസും നമ്മുടെ എല്ലാ മെഷേഴ്സും വരേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു പോയിന്റ് ഇതിനോടൊപ്പം പറയാവുന്നതാണ് സെക്സ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും നെറ്റി ചുളിക്കുകയും പലരും മറ്റൊരു ആംഗിളിലാണ് അതിനെ ചിന്തിക്കുന്നത്. തൻ്റെ കുട്ടി വളരെ ചെറുപ്പത്തിലെ തന്നെ ലൈംഗിക കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നൊരു ഏർപ്പാടാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അത് മിഥ്യാധാരണയാണ്. അത് വളരെ എന്താ പറയുക, തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് തൻ്റെ ലൈംഗികതയെ കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ സ്വകാര്യ ഭാഗങ്ങളെ കുറിച്ച്, തൻ്റെ ലൈംഗിക അവയവങ്ങളെ കുറിച്ച്, എന്താണ് ലൈംഗികത എന്നുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് സെക്സ് എഡ്യൂക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സർക്കാർ അതിനു വേണ്ടിയിട്ടൊരു മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷേ ഉറപ്പുവരുത്തേണ്ടത് ഇത് വളരെ ഗ്രാസ് റൂട്ടിലുള്ള അല്ലെങ്കിൽ ബേസിക് റൂട്ട് ലെവലിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന ഈ ഇപ്പൊ പങ്കുവെക്കുന്ന പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളൊന്നും ഇല്ലാത്ത ആൾക്കാരിലേക്ക് പോലും ഇത് എത്തുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉറപ്പ് വരുത്തുക. സ്കൂൾ കാലം മുതലേ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്ത് തന്നെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് സർക്കാരും അതിന് ഉത്തരവാദികളാണ്, പാരന്റ്സും അതുപോലെ തന്നെ ഉത്തരവാദികളാണ്. എല്ലാ വിപ്ലവങ്ങളും തുടങ്ങേണ്ടത് അവനവന്റെ വീട്ടിൽ നിന്നാണ്. അവനവന്റെ വീട്ടിൽ നിന്നാണ് എല്ലാ മാറ്റങ്ങളും തുടങ്ങിയിട്ടുള്ളത്, എല്ലാ വിപ്ലവങ്ങളും തുടങ്ങിയിട്ടുള്ളത് അവനവന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോ നമ്മുടെ കുട്ടികൾ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താണ്, പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാണ് അവരുടെ ശരീരത്തെക്കുറിച്ച്, അവരുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ച്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാ വന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്ന്, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് പാരന്റ്സിന്റെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിക്കാലം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്, ബാല്യകാലം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യും, നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ തണുപ്പിക്കുന്ന, നമ്മൾ മടങ്ങിപ്പോകാൻ വീണ്ടും വീണ്ടും കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടം നമ്മുടെ മക്കൾ ആസ്വദിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അവർക്ക് അവിടെ വെച്ച് ഒരു ട്രോമ ഉണ്ടാക്കി കൊടുക്കുക, അവരെ മരണം വരെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ലൈഫ് ലോങ് ക്യാരി ചെയ്ത് കൊണ്ടുകൊണ്ട് ഒരു ട്രോമ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇടമായിട്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് അവരുടെ ബാല്യകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പാരന്റ്സിന്റെയും ഉത്തരവാദിത്തമാണ്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാ പറയുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ നാളത്തെ സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു സമൂഹ ജീവിയാണ് എന്ന ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കരുതലിന്റെ വലയം അവർക്ക് ചുറ്റും സൃഷ്ടിച്ചുകൊണ്ട്,
അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ അവരെ നല്ലൊരു മനുഷ്യനായി നല്ലൊരു വ്യക്തിയായി വാർത്തെടുക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഒരു നല്ല പാരന്റ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല പാരന്റ് ആകട്ടെ നിങ്ങളെന്ന് പ്രതീക്ഷയുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല പാരന്റ് ആകാൻ ശ്രമിക്കട്ടെ നിങ്ങളെന്ന് പ്രതീക്ഷയുണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഉപയോഗിക്കുക. എല്ലാവർക്കും നന്ദി.